അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു, ഒരു മാറ്റവുമില്ല. നമുക്ക് പറയേണ്ടത് ഈ ഒന്നാല മുടിയാതെ പൊണ്ണേ, ഒന്നാല മുടിയാതെ പൊണ്ണേ ആരോടെന്നറിയോ? ഭാഗ്യം. മനസ്സിലായോ? ഭാഗ്യലക്ഷ്മി അല്ലേ ഇത് പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നാല മുടിയാതെ പൊണ്ണേ എന്ന് പറഞ്ഞത് ഭാഗ്യലക്ഷ്മിയോടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു അഴിഞ്ഞാട്ടം തന്നെയാണ്, അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അഴിഞ്ഞാട്ടം തന്നെയാണ്. തകർത്തു. ലാലേട്ടൻ്റെയും യഥാർത്ഥം പറഞ്ഞാൽ ഇത്രയും നല്ല കളർഫുള്ളായിട്ടുള്ള പെർഫോമൻസ് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ 100 കോടി ക്ലബ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുള്ള സിനിമകളിലൊന്നും ഇത്രയും കളർഫുള്ളായിട്ട് നമുക്കൊരു കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും അടിപൊളിയാണ്. ഒരു 100 കോടി ക്ലബിൽ വരെ എത്താൻ സാധ്യതയുള്ള സൂപ്പർ ഫിലിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ബഹിഷ്കരണം? ഇവർ പറയുന്നവർ ഇതിപ്പോൾ നല്ലതുപോലെ ഓടും, നല്ലതുപോലെ ഈ പടം ഓടും. കാരണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇത് ബഹിഷ്കരിക്കുന്നതുകൊണ്ടാണ്. ഈ ഏതാനും ചില ഫെമിനിസ്റ്റുകളായിട്ടുള്ള സ്ത്രീപക്ഷപാതികളാണെന്ന് വെറുതെ നുണക്കഥ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അതിജീവിതയോടൊപ്പം എന്നൊക്കെ പറയുന്ന പൊള്ളയായിട്ടുള്ള, എന്നിട്ട് അവർ തിരുവനന്തപുരം മാനവീയം റോഡിൽ ഈയിടയ്ക്ക് ഒരു പ്രതിഷേധ യോഗമൊക്കെ വെച്ചു. അകപ്പെടെ ഒരു 10 പേരെന്തോ ആണ് അവിടെ വന്നിട്ടുള്ളത്. ആ സ്ത്രീകൾ തന്നെ അതിജീവിതയ്ക്കൊപ്പം ഇരയോടൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ചിരിച്ച് സെൽഫി എടുത്ത് പോയതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവർ പൊള്ളത്തരങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പടത്തിൻ്റെ വിജയം നടക്കാൻ പോകുന്നത്. വൻ വിജയം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. അത്രയും തകർത്താടിയിട്ടുണ്ട് 2 പേരും. അത് മാത്രവുമല്ല, മെയിനായിട്ടൊരു നടിയില്ല എന്നുള്ളതാണ് വലിയ സത്യം. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ദിലീപേട്ടനൊക്കെ ഈ നടിമാരെ വയ്ക്കാൻ വേണ്ടി ഇല്ലാതെ തന്നെ പടം വിജയിപ്പിക്കേണ്ട കഴിവ് അവർക്കുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. അത് തന്നെയാണ്. സൂപ്പറായിരുന്നു, നന്നായിരിക്കും. എല്ലാവരും ഈ പടം പോയി കാണണം എന്നുള്ളതാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ആരെ ഓഫീസിൽ പോയി ഏത് സംഘടന ബഹിഷ്കരിക്കാൻ പറഞ്ഞാലും ആൾ കൂടത്തേ ഉള്ളൂ, കുറയില്ല. സൂപ്പറായിരിക്കും, ഒരു മാറ്റമില്ല. ആൾ കൂടിക്കൊണ്ടിരിക്കും. സ്ത്രീകൾ ഇപ്പോഴത്തെ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടല്ലോ, ഒത്തിരി ഫാമിലീസ് വന്നു. അതുകൊണ്ട് തന്നെ ഫാമിലി കയ്യിൽ എടുത്തു കഴിഞ്ഞു. പടം സൂപ്പർ ഹിറ്റായിരിക്കും. ഒരു മാറ്റം. ദിലീപിന് നീതി കിട്ടി എന്ന് പറഞ്ഞാലും നമ്മൾ ഒരു 8.25 വർഷം അദ്ദേഹത്തെ തേജോവധം ചെയ്തു, ജീവിതം നശിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകൾ നശിപ്പിച്ചു. ആ രീതിയിൽ അത്രയും ആയിട്ടും എന്നിട്ടും മതിയായില്ല. ഇനിയും അവർക്ക് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ വർക്ക് ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുറത്താക്കണം, ഒരു സംഘടനകളും തിരിച്ചെടുക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള അജണ്ടയുമായിട്ടാണ് ഈ ഫെമിനിസ്റ്റുകൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവരെയൊക്കെ തകർത്ത് അടിച്ചൊതുക്കുന്ന രീതിയിലാണ് ഈ ഫിലിം വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഏറെക്കുറെയൊക്കെ ഈ ഫിലിമിലും. പോലീസുകാരെ പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നന്നായിരിക്കുന്നുണ്ട്.